നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 നവംബർ 23, 24 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ നവംബർ 22 വൈകിട്ട് 4:46 PM മുതൽ നവംബർ 25 വെളുപ്പിന് 4:26 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയൊരു പരിപാടിയുണ്ട് ഈ യൂട്യൂബിൽ, ഈ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് അറിയാവുന്നവർ ദയവേത് ഹൈപ്പും ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ദയവേത് ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. ഇതിപ്പോൾ ശരിക്കും 6 രാശിക്കാർക്ക് ഗുണാധിക്യമുണ്ട്. അപ്പോൾ അതൊരു നല്ല സന്തോഷം തരുന്ന കാര്യമാണ്. അതിനേക്കാൾ എനിക്ക് സന്തോഷം തരുന്നത്, ഒരു രാശിക്ക് കുറേ നാളുകളായിട്ട്, മാസങ്ങളായിട്ടൊന്നും അല്ല, ഏതാണ്ട് 1.5 വർഷമായിട്ട് ഈ ഗുണാധിക്യം കിട്ടാതിരുന്ന ഒരു രാശിക്ക് ഈ ദിവസങ്ങളിൽ ഗുണാധിക്യം വരുന്നുണ്ട്. അത് ഇടയ്ക്ക് പറയാം. അതുപോലെ ഈ ഗുണാധിക്യം ഉള്ള രാശിക്കാരുടെ കാര്യം ഒടുവിൽ പറയാം. ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള രാശിക്കാരെക്കുറിച്ചും പറയാം. അപ്പോൾ ദോഷാധിക്യം പറയാവുന്ന രാശിക്കാർ ഒന്നും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഈ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള രാശിക്കാരുടെ കാര്യം ആദ്യം തുടക്കത്തിൽ പറയാം. എന്നിട്ട് അതായത് 12 രാശിയാണല്ലോ, ഈ 12 രാശിയിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളൊരു കാര്യം ആദ്യം പറയാം. എന്നാൽ അത്ര നല്ല ഭാഗ്യമൊന്നുമില്ലാത്ത രാശിക്കാരുടെ കാര്യം ആദ്യം പറയാം. ഓക്കെ. അത് പക്ഷേ ഈ ദോഷാധിക്യം എന്ന് പറയാൻ ഒക്കത്തില്ല. ആദ്യം പറയാൻ പോകുന്ന രാശിക്ക് ദോഷാധിക്യം എന്ന് പറയാൻ ഒക്കില്ല. എങ്കിലും അത്ര നല്ല മെച്ചപ്പെട്ട ദിവസങ്ങളല്ല. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള രാശിയാണ് ആദ്യം പറയുന്നത്. അത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്കാർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതേസമയം ഒരു ഗ്രഹം മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. ഏകദേശം 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ശുക്രൻ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. അത്യാവശ്യം ധനപരമൊക്കെ ഉണ്ടാവും. പക്ഷേ 5 ഗ്രഹങ്ങൾ, അതിൽ തന്നെ 4 എണ്ണം പാപഗ്രഹങ്ങളാണ്. അപ്പോൾ അതൊക്കെ പ്രതികൂലമാണ്. ഇവർ ഈ അത്യാവശ്യം അല്പം ദോഷാധിക്യമുണ്ട്. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് ഇതാണ്: ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നേറിയ വ്രതമെടുത്ത്. ഓക്കെ. വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക എല്ലാ ദിവസവും. ചിങ്ങം രാശി. ഓക്കെ. കാര്യമായ നേട്ടമൊന്നുമില്ലാത്ത ദിവസങ്ങളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരും മാറ്റിവെക്കാം. ഇനി 11ാം സ്ഥാനം ഞങ്ങൾ നൽകുന്ന രാശിക്കാരുടെ കാര്യം പറയാം. അത് മേടം രാശിയാണ്. മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക്
ഗുണദോഷ സമ്മിശ്രമാണ്. 3 ഗ്രഹങ്ങൾ, അതും 3 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു ഡയറക്റ്റായിട്ട്. അനുകൂലമായിട്ട് സർപ്പവും ശിഖയും മാത്രമാണുള്ളത്. അപ്പോൾ ഇവർക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. 11 ഭാവത്തിലാണ്, ലാഭസ്ഥാനത്താണ് സർപ്പം നിൽക്കുന്നതെങ്കിലും കാര്യമായ നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാൻ ഒക്കില്ല. ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. മേടം രാശിക്ക് കാര്യമായ നേട്ടമൊന്നുമില്ലാത്ത സാധാരണ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസങ്ങളാണ്. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ്. ഇവിടെ ചന്ദ്രനും കൂടി അഷ്ടമത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. കൂടാതെ ചൊവ്വയും സൂര്യനും 7ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ വിവേകപൂർവ്വം പരിഹരിക്കുക. ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകന്, തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പക്ഷേ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ശനി അത്യധികം ഭാഗ്യം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ബുധനും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യതയുണ്ട്. പക്ഷേ അതിനൊക്കെ ഈ ദിവസങ്ങളിൽ കുറച്ച് പരിധികളുണ്ടാവും. അപ്പോൾ ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ അഷ്ടമത്തിൽ സർപ്പവും നിൽക്കുന്നു. അപ്പോൾ ഇവർ ചെയ്യേണ്ട കാര്യം ഇതാണ്: വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് 2 ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലം. ഡയറക്റ്റായിട്ട് അനുകൂലം ബുധനും ചന്ദ്രനും മാത്രമാണ്. അപ്പോൾ ഏകദേശം 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. അത്യാവശ്യം ബൗദ്ധിക മേഖലയിൽ, അതുപോലെ തന്നെ സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അത്യാവശ്യം നേട്ടമുണ്ടാവും. എങ്കിലും പൊതുവെ കർക്കിടക രാശിക്ക് അത്ര ഗുണകരമായ ദിവസമല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാം. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് പാപഗ്രഹങ്ങളായ സൂര്യനും ചൊവ്വയും ഡയറക്റ്റായിട്ട് പ്രതികൂലം. അതേസമയം ശുഭഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം. കൂടാതെ ശുക്രന് അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ ധനവരവ് വിവിധ സ്രോതസ്സുകളിൽ നിന്നുണ്ടാവും. എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. പിന്നെ ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ്. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ പ്രതികൂലം, 4 ഗ്രഹങ്ങൾ അനുകൂലം. അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും. പിതൃസ്വത്ത് ലഭിക്കാം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ
ഒരു പരിധി വരെ ഇവർക്ക് നേട്ടമുണ്ടാവും. കലാസാഹിത്യ രംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാകും. തൊഴിൽപരമായിട്ട് നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം. പിന്നെ ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. അതുപോലെ ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പറ്റുന്ന ദിവസമൊക്കെ വഴിപാട് നടത്തുക. അപ്പോൾ ഇനി ഗുണാധിക്യമുള്ള രാശിക്കാരാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ്. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് കുറേ കാലമായിട്ട് ഗുണാധിക്യം ഇല്ലാതിരുന്ന ഒരു രാശിയാണ്, ഏതാണ്ട് 1.5 കൊല്ലമായിട്ട്. ഓക്കെ. പക്ഷേ ഇവർക്ക് ഗുണാധിക്യം വന്നിരിക്കുകയാണ്. 5 ഗ്രഹങ്ങൾ കുറേ കാലത്തിന് ശേഷം ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ഇവർക്ക് നേട്ടങ്ങളാണ്. ശനി, സർപ്പം ഇവ രണ്ടും പ്രതികൂലം. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാട ആദ്യ പാദം. ധനുരാശിക്കും ഗുണാധിക്യമാണ്. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനി, വ്യാഴം, സൂര്യൻ, ചൊവ്വ ഇവ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട്. ഒരു ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ്. തുലാം രാശി എന്ന് പറയുന്നത് ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യം 3 പാദം. തുലാം രാശിക്ക് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ബുധൻ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ തന്നെയും അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. നാവ് പിഴ ശ്രദ്ധിച്ചോണം തുലാം രാശിക്കാർ. ബുധൻ വശപ്പശായിട്ട് നിങ്ങളുടെ ജന്മത്തിൽ നിൽക്കുകയാണ്, ലഗ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നാവ് പിഴ ശ്രദ്ധിച്ചോണം, സൂക്ഷിച്ചൊക്കെ സംസാരിക്കണം. ഇവിടെ ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണെങ്കിലും ഏതാണ്ട് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. എങ്കിലും ഇവർക്ക് ഗുണാധിക്യമാണ്. അത്യധികം ഗുണാധിക്യം പറയാൻ പറ്റില്ല, അതൊക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഡിസംബർ 16 തൊട്ട് ജനുവരി 14 വരെ ധനുമാസം തുലാം രാശിക്കാരുടെ മാസമാണ്. ഓക്കെ, അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ദയവായി അതൊക്കെ കാണാൻ ശ്രമിക്കാം. ഓക്കെ, തുലാം രാശിക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തൊക്കെ ഉയർച്ചയുണ്ടാവും. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയാൻ മകരം രാശിയാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ്. ഇവിടെ ചന്ദ്രൻ പ്രതികൂലമാണ്. എങ്കിലും പ്രധാനപ്പെട്ട ഏതാണ്ട് എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ട് നിൽക്കുന്നു. ശനി, വ്യാഴം, ബുധൻ, സൂര്യൻ, ചൊവ്വ ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ശ്രേയസ്കരമാണ്. ശനി അനുകൂലമായതുകൊണ്ട് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഇവർക്ക് വിജയസാധ്യതയുണ്ട്. സാങ്കേതിക
മികവ് കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബൗദ്ധിക മേഖലയിൽ നേട്ടം, സന്താന നേട്ടം, തൊഴിൽ വിജയം, പിതൃഗുണം, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. നിയമ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. പൊതുവെ മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം, ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. തൊഴിൽ വിജയം, സന്താന നേട്ടം, പിതൃഗുണം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ സാധ്യത കൂടുതലാണ്. അത് പരിഹരിക്കപ്പെടാൻ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ്. ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത, അതുപോലെ തന്നെ തൊഴിൽ വിജയം, സന്താന ഗുണം, പിതൃഗുണം, അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമായതിനാൽ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങളിൽ സാധ്യത കൂടുതലാണ്. അത് പരിഹരിക്കപ്പെടാൻ പൊതുവെ മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. ബ്രഹ്മമുഹൂർത്തം 23-24 തീയതികളിൽ രാവിലെ 4:54 AM മുതൽ രാവിലെ 5:42 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 23-24 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 23-24 തീയതികളിൽ 11:50 AM മുതൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് 12:36 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 23-24 തീയതികളിൽ ഈ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 23-ാം തീയതി രാഹുകാലം വൈകിട്ട് 4:30 PM മുതൽ വൈകിട്ട് 5:56 PM വരെയാണ് രാഹുകാലം 23-ാം തീയതി. 24-ാം തീയതി രാവിലെ 7:56 AM മുതൽ രാവിലെ 9:22 AM വരെയാണ് 24-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഓക്കെ, ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 23-11-2025 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ 7 5, 3, 2, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 24-11-2025 24-11-2025 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ.
6, 4, 2, 9, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ പറയാം. 23-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, 24-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഈ നിറങ്ങളുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.